ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ അടുത്തിടെ ടോവിനോ തോമസ് നടത്തിയ ഒരു പരാമർശം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് സൗദിയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റാണ്. അതായത് സൗദി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2019 ഇവിടെ വന്നപ്പോഴുള്ള സൗദി അല്ല ഇന്ന് 2023 ഇന്ത്യയുടെ കാര്യം വളർച്ചയാണോ അതോ തളർച്ചയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇതിനെ ഒന്ന് വിശകലനം ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത്. ഞാനും ഇവിടെ സൗദി അറേബ്യയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഒരു സൗദി എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് രണ്ടും തമ്മിലൊരു എൻ്റെതായിട്ടുള്ള രീതിയിലൊരു കമ്പയറിങ് അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികസനത്തിന്റെ കാര്യത്തിലൊന്നും അല്ല എന്ന് തോന്നുന്നു. അതൊരിക്കലും ഇന്ത്യയും സൗദിയെ സംബന്ധിച്ചിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. സൗദി എന്ന് പറഞ്ഞാൽ ഒരു സമ്പന്ന രാജ്യമാണ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു വികസ്വര രാജ്യമാണ്. ഒരിക്കലും അടിസ്ഥാനപരമായ അല്ലെങ്കിൽ പുതിയ എയർപോർട്ടുകൾ അല്ലെങ്കിൽ പുതിയ പാലങ്ങൾ, പുതിയ റോഡുകൾ, ഇതൊന്നും ഇന്ത്യയും സൗദിയുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതൊരിക്കലും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ഉണ്ടാവും ഞാൻ കരുതുന്നില്ല. അത് ആ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ എന്നൊക്കെ കഴിയുന്നതിലപ്പുറം അല്ലെങ്കിൽ ഇന്ത്യ വളർന്നിട്ടുണ്ട്. പുതിയ പാലങ്ങളായിക്കോട്ടെ, പുതിയ റോഡുകളായിക്കോട്ടെ, എല്ലാം ഇന്ത്യയിൽ യഥേഷ്ടം ഈ 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 വർഷം കൊണ്ടോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും ആ ഒരു വളർച്ചയല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഇന്ത്യയിലെ GDP ആണെങ്കിലും വളർച്ച തന്നെയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ ഒക്കെ വളർച്ചയിൽ തന്നെയാണ്. പക്ഷെ അദ്ദേഹം അതിൽ ഉദ്ദേശിച്ചത് ഒരു രാജ്യത്തിന്റെ പൗരന്മാർ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ പൗരന്മാർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു തലത്തിലാണ്. അതായത് സൗദി അറേബ്യ ഞാൻ ഇവിടെ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്കിവിടെ, ഒരു ചെറിയ എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. പക്ഷെ ഞാൻ ഈ 15 വർഷം കൊണ്ട് തന്നെ ഞാൻ വന്നപ്പോഴുള്ള സൗദി അല്ല, സൗദിയിലെ പൗരന്മാരല്ല ഇപ്പൊ നമ്മൾ കാണുന്ന പൗരന്മാർ, സൗദിയിലെ പൗരന്മാർ. അന്നുള്ള സൗദിയിലെ ലേഡീസ് അല്ല, അവർക്ക് അല്ല ഇന്നത്തെ അവരുടെ നമ്മൾ ഇന്ന് കാണുന്ന സൗദിയിൽ നമ്മൾ കാണുന്ന അവരുടെ കോൺഫിഡൻസും അവരുടെ ആളുകളുടെ എല്ലാം. അതേപോലെ തന്നെ അന്ന് കാണുന്ന കുട്ടികളല്ല ഇന്നത്തെ കുട്ടികൾ. എല്ലാം അവരുടെ മനോഭാവം അവരുടെ എല്ലാം അഡ്ഡപെടലം മാറി. അതെന്താ വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം, ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം തലം തൊട്ടേ അവർ ഇപ്പോൾ സൗദി നാളത്തെ പൗരന്മാരാക്കി വളർത്താൻ വേണ്ടിയിട്ട് സൗദി അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പരിധി വരെ അവർക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സൗദിയുടെ ഒരു കാര്യം. ഇന്ത്യയിൽ എന്താണെന്ന് ചോദിച്ചാല് ഒരു പാർട്ടിക്ക് ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് വേറൊരു മതവിഭാഗത്തെ അപരവൽക്കരിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരൊരു ശത്രു പക്ഷത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ച ആർക്കും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അത് ചില ആൾക്കാരെ ഭരണം നിലനിർത്തണം, ഒക്കെ എന്നേക്കുമായിട്ട് അവരുടെ കയ്യിൽ ഭരണം തയ്യാറണം. അതിനൊക്കെ ഒരു പ്രതിയോഗിയെ വേണം. അതിനൊരു സ്വയം സൃഷ്ടിച്ചെടുത്ത് അത് മറ്റുള്ള വളർന്നു വരുന്ന കുട്ടികൾക്ക് പോലും അവർക്ക് അവരുടെ മസ്തിഷ്കത്തിൽ പോലും അത് കുത്തിവെച്ച് ഒരു ആ രൂപത്തിൽ ഒരു ഭരണകർത്താക്കൾ ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിന്റെ എന്ത് സന്ദേശമാണ് അവർക്ക് ഒരു തലമുറക്ക് അല്ലെങ്കിൽ രാജ്യത്തിലെ പൗരന്മാർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ അതായിരിക്കണം ടോവിനോ തോമസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരിക്കലും റോഡുകളും അല്ലെങ്കിൽ പാലങ്ങളോ എയർപോർട്ടുകളോ മെട്രോ ഒന്നുമല്ല ആയിരിക്കില്ല. അതൊക്കെ ഇന്ത്യയിലും യഥേഷ്ടം വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊരു രാജ്യം വികസിക്കുന്നത് പോലെ തന്നെ ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏത് ദരിദ്ര രാജ്യത്തും വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതൊരു കാലഘട്ടത്തിന്റെ മാറ്റമാണ്. അതിന് മാറി നിൽക്കാനൊന്നും ഒരു ദരിദ്ര രാഷ്ട്രത്തിനും കഴിയില്ല. അത് കാലം മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ ടെക്നോളജികൾ വരും, പുതിയ 4G വരും, 5G വരും, 6G വരും, 7G വരും, ഒക്കെ അത് കാലഘട്ടത്തിന്റെ മാറ്റമാണ്. അതൊരിക്കലും ഒരു ഭരണകർത്താക്കൾക്ക് അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയില്ല. ഒരു ഭരണകർത്താക്കൾക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള മാറ്റങ്ങളാണ്. ഇവിടെ സൗദിയിൽ പറയണമെന്നുണ്ടെങ്കിൽ അവർ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ ജനങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ പുതിയ കാലഘട്ടത്തിന് വേണ്ടി ജനങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഇന്ത്യ ചെയ്യുന്നതോ ഒരിക്കലും ആ രൂപത്തിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10-15 വർഷം കൊണ്ട് ഇന്ത്യ പുറകേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും കുറ്റം പറയാൻ കഴിയുന്നു എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ വീക്ഷണത്തിൽ എൻ്റെ ഒരു അഭിപ്രായം അറിയിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും ഇതേ അഭിപ്രായമായിരിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ആ ഒരു
സ്വാതന്ത്ര്യമുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. നമുക്ക് വിയോജിക്കേണ്ടടുത്ത് വിയോജിക്കാനും യോജിക്കേണ്ടത് യോജിക്കാനും. എന്നോട് യോജിക്കാം എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഏതായാലും ഞാൻ എൻ്റെ വീഡിയോ അവസാനിക്കുന്നു. എൻ്റെ വീഡിയോ ഇത്രയും നേരം ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ ഞാൻ അവസാനിക്കുന്നു. താങ്ക് യു വെരി മച്ച്.